അങ്ങനെ അങ്ങനെ ബ്രസീലിൻ്റെ കളി രാവിലത്തെ കളി കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സമയം എത്രയായി? 6 മണി ആയിക്കുന്നത്. 6:30 കളി. അപ്പോൾ കളി തുടങ്ങാനായി വെയിറ്റിംഗ്. അവിടെ വടയൊക്കെ ഉണ്ട്. രാവിലെ തന്നെ പോയി വടയൊക്കെ വാങ്ങി കൊടുക്കുന്നത്. ഒരു വടയിൽ പോകുന്നത് ഉണ്ണിയോടെ ഉണ്ട്, തിമ്മൻ ചാവടിയിലാണ്, മനുണ്ട്. വടയൊക്കെ രാവിലെ തന്നെ പോയി വാങ്ങിക്കെടുത്തിട്ടുണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. രാത്രി മുതൽ രാവിലെ വരെ ഇവിടെ കിടന്ന് ഉറങ്ങിയതാണ്. നമ്മളെ സ്പോട്ട് ഇവിടെയാണ്. ഇവിടെ നമ്മൾ കണ്ടോളുന്നതിനെ കളി. ഇപ്പം എല്ലാവരും ഇപ്പം വരികയുള്ളൂ. നമ്മളെ നാട്ടിലെ ഗോൾ സെറ്റപ്പാണ്. അന്ന് മൊത്തത്തിലുള്ള അർജന്റീനേൻ്റെ കട്ടൗട്ടും കാര്യങ്ങളുണ്ട് ഇവിടെ. ഞാൻ മൊത്തത്തിലൊന്നും കാണിച്ചു പോരാ എടുത്തിട്ട്. നമ്മളെ നാട്ടിൽ അതായത് നമ്മളെ ചെറിയൊരു സ്ഥലത്ത് ഉള്ള ഒരു കട്ടൗട്ടും കാര്യങ്ങളും ചെറിയൊരു ഫുട്ബോൾ മാച്ച് കാണാനുള്ള ആവശ്യവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് നമ്മളെ സ്വന്തം ടീം പോർച്ചുഗൽ അതിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം. പിന്നെ കൊടിയും തോരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ മെയിൻ സിയാർ ഇവിടെ ഉണ്ട്. പിന്നെ ലൂക്ക മോഡ്രിച്ചിൻ്റെ ഫാൻസ് ഉണ്ട്. പിന്നെ മെസ്സിൻ്റെ ഫാൻസ് കട്ടൗട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ സ്പെയിൻ അവിടെ ഉണ്ട്. അങ്ങനെ ക്രൊയേഷ്യൻ്റെ അതായത് ലൂക്ക മോഡ്രിച്ചിൻ്റെ കൊടി. പിന്നെ ബ്രസീലിൻ്റെ ഉണ്ട്. ബ്രസീൽ ഫാൻസ് ഉണ്ട്. നമ്മൾ കളി കാണുന്നതാക്കുന്നത് അവിടെ നിന്നാണ്. ചെറിയ ടാർപ്പായൊക്കെ കെട്ടി സെറ്റപ്പാക്കി. ഇത് കളി തുടങ്ങുന്ന സമയത്ത് തന്നെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എന്നപ്പോൾ എല്ലാവർക്കും വരും കളി കാണാനൊക്കെ. അപ്പോൾ കളി കാണാനും കാര്യങ്ങളൊക്കെ എല്ലാവരും എത്തിയുള്ളൂ. ബാക്കി എല്ലാവരും വരുന്നവരെ എല്ലാവരെയും കാണിക്കുക. അപ്പോൾ എല്ലാവരും വന്നിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ കയറി വന്നു ഇങ്ങനെ താഴെ സെറ്റപ്പ്. അപ്പം ദിന്നൻ മനൂന്നി എറോൾ ബ്രദേഴ്സ് അവിടെ വന്നാൽ കുറച്ച് ആൾക്കാർ നാടിയിരിക്കും, ആൾക്കാർ പടീനെ ഉള്ളിരിക്കും, ആൾക്കാർ സ്റ്റോളിനുള്ളിൽ കസേരനുള്ളിൽ. ഒരു മാസം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിനും അതിൻ്റെ മുമ്പത്തെ വേൾഡ് കപ്പിനും നമ്മളിങ്ങനെ ഇരുന്നാണ് കണ്ടത്. പരിപാടികൾ സെറ്റ് ചെയ്തിട്ട് എല്ലാം ഒരു സന്തോഷങ്ങൾ. അങ്ങനെ കളി തുടങ്ങുകയാണ്. കളി തുടങ്ങാൻ വേണ്ടി കളി കാണാൻ ഇവിടെ ഒരേ ഒരു ബ്രസീൽ ഫാനേ ഉള്ളൂ. നമ്മുടെ ഒരേ ഒരു ബ്രസീൽ ഫാനേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. കുറേ നമ്മളെ ഫ്ലെക്സിനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്ലേസിനെക്കാളും കൂടുതൽ ഫാൻസുള്ള ഇവിടെ നിന്ന് ഈ നേരം രാവിലത്തെ കളി കാണാൻ ഉണ്ണി മാത്രമേ ഉള്ളൂ. പിന്നെ ദിന്നനുണ്ട്, പോർച്ചുഗൽ, ക്രൊയേഷ്യ, പിന്നെ ഞാനും പോർച്ചുഗൽ. എന്തായാലും കളി തുടങ്ങട്ടെ, കളി കണ്ട് തുടങ്ങാം. അതുകൊണ്ട് ഇന്നലെ രാത്രി കൊണ്ടുപോകാതെ നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് തിരിച്ചു പോവുകയാണ്. ഉണ്ണീനെ ഫോണെന്നല്ല ഒരു ദിവസം ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഫോണെല്ലാം കൂടി ശരിയായിപ്പോയി. അപ്പോൾ കളി ആ സെറ്റപ്പ് തുടങ്ങുകയായി. അപ്പോൾ കളി തുടങ്ങിയോടെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യും. ആരെങ്കിലുമൊക്കെ വരികയായിരിക്കും, എല്ലാവരും വരട്ടെ. അപ്പോൾ ബാക്കി കളി വിശേഷങ്ങൾ കളി തുടങ്ങട്ടെ വിശേഷം. അങ്ങനെ കളി തീർന്ന് രാവിലത്തെ കളി തന്നെ ബ്രസീൽ 3 ഗോളിന് ജയിച്ചിരിക്കുന്നു. ഒരു ബ്രസീൽ ഫാനിതാ പോണം 3 ഗോളിന് ജയിച്ചു. നമ്മുടെ ടീം എല്ലാവരും ഇവിടെ ഉണ്ട്. ചർച്ചയിലാണ് ബാക്കി ചർച്ച. ഒരു കൂട്ടം ബ്രസീൽ ഫാൻസ്. അങ്ങനെ കളി കഴിഞ്ഞിരിക്കുന്നു. ബ്രസീൽ ജയിച്ചിരിക്കുന്നു.